3-ാം തീയതി പ്രശ്നമുണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ രോഹിത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്യാമറ ഓൺ ആക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഏപ്രിൽ മാസം 3-ാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ. അന്ന് ഈ രോഹിത്ത് നേരെ ഈ ഫോൺ കണ്ടോണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തോട്ട് തുടർച്ചയായി 4 വട്ടം കറക്റ്റ് 4 വട്ടം അടിച്ചു. എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ. ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്ന് എന്നെ ഉപദ്രവിച്ചത്. ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി നിന്നത് പറഞ്ഞതുമാണ് ഈ രോഹിത്ത്. അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ്. അപ്പൊ അങ്ങനെ കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല. അവള് പഠിക്കാൻ നോക്കണില്ല. അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീൽ ചെയ്യട്ടെ. അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത് സെറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ അവനവന്റെ കാര്യം അല്ല, അങ്ങനെയല്ലേ. ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നും അല്ല. അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. അപ്പൊ ഇതിനൊക്കെ ഓഫ്കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും. അപ്പൊ അവക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കാണ് ബാധിക്കുന്നത്. എന്തായാലും പ്രശ്നേഷിൻ്റെ ഫുൾ കുടുംബ പ്രശ്നത്തിലാണ്. സഹോദരൻ ഉണ്ടെങ്കിൽ ഈ ഒരു സഹോദരൻ രോഹിത്തിനെതിരെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവ ഇത് കണക്ക് വെളിയിൽ കാണിക്കുന്ന രീതിയൊന്നുമല്ല, ഭയങ്കരമായിട്ട് ക്ലീനോ ഒന്നുമില്ല, നീറ്റ്നെസ് ഒന്നും ഇല്ലാത്തവനാണ്. ഇവനൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ അഭിനയിക്കുവാണ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കൊങ്ങയ്ക്ക് പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സഹോദരി പറയുന്നുണ്ട്. അതിന് ശേഷമാണ് ഇവനും ഭാര്യയും കൂടെ വന്ന് ന്യായീകരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് സത്യം എന്ന് ഫുള്ളായിട്ട് നാട്ടുകാർക്കൊക്കെ അറിയാമെന്നാണ് ഈ ഒരു സഹോദരി പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഭാഗമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള ദിവസങ്ങൾക്കകം വരുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ. എന്തായാലും ഈ ഒരു രോഹിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് പറയുന്ന വൈഫിനെ കൂടിയാണ് വന്ന് പറയുന്നത് ഇതേ കണക്ക് അമ്മയ്ക്ക് ഇതേ കണക്ക് സ്നേഹം കൂടുതൽ വൈഫിന് പോകുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. സഹോദരിയാണ് ജോലിക്കോ ഒന്നും തന്നെ പോകുന്നില്ല, ഒന്നും പഠിക്കാനോ ഒന്നും പോകുന്നില്ല, സ്കില്ല് വളർത്താനോ ഒന്നും ചെയ്യുന്നില്ല. അവളുണ്ടെങ്കിൽ ചുമ്മാ വീട്ടിൽ ഇരിക്കും. അത് അപ്പുറത്തും ഇപ്പുറത്തും കുറേയധികം റിലേഷനും കാര്യങ്ങളും അതും ഒരു പരിധി വരെ ആയപ്പോഴാണ് ഞങ്ങൾ ഇത് കണക്ക് തർക്കത്തിലേക്കൊക്കെ പോയതെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് സത്യമെന്ന് ഇത് രണ്ട് കൂട്ടരും പറയുന്നത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫുള്ള് കേട്ടാൽ മാത്രമേ ഇനിയിപ്പം ഇവർ രണ്ടുപേരുടെ ഭാഗം ഇനിയിപ്പം നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവരെ കാര്യം കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇപ്പം ഒരാൾ പറഞ്ഞു അത് ശരിയായിരിക്കും, ചിലപ്പോൾ മറ്റേ ആൾ പറയുന്നത് ശരി, അങ്ങനെ നമുക്ക് രണ്ടുപേരും പറയുന്നത് ഓരോ രീതിയിലാണ്. നമുക്ക് ഏതാ വിശ്വസിക്കേണ്ടത് നമുക്ക് അറിയത്തില്ല. എന്തായാലും നാട്ടുകാരെ ഇതിനെക്കുറിച്ചുള്ള മുമ്പോട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും വരുമ്പോഴേ നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റും ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളൊരു കാര്യം. എന്തായാലും പക്ഷേ ഈ ഒരു രോഗത്ത് ചെയ്ത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ഇത് കണക്ക് ആ സഹോദരിയെ പറ്റി ഇങ്ങനെ വീഡിയോ ഇട്ട് ഇത് കണക്ക് വന്ന് പറയുക എന്ന് പറയുമ്പോൾ ഒട്ടും ശരിയായിട്ടില്ല. ഇത് കണക്ക് വേറെ അഫെയർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കുടുംബ കാര്യങ്ങളാണ്. എന്തിനാണ് വെളിയിൽ വന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ ഒരു കാര്യം ഇവൻ ചെയ്തത് എനിക്ക് തീരെ അത്ര റെഡിയായിട്ട് കറക്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല.